കുറ്റക്കാരിയായ ഡോക്ടർക്ക് വേണ്ടിയാണ് എന്താണ് ഈ പഠനത്തിലൂടെ യുദ്ധപ്രഖ്യാപനം. ഒരു അനുതാപം ഉണ്ടാവില്ല എന്നെ മരുൺ. കേരളത്തിലെ സിസ്റ്റം ഇനിയും മോശമാവുകയുള്ളൂ. കേരളത്തിലെ സിസ്റ്റം ഇനിയും മോശമാവുകയുള്ളൂ. മാധ്യമപ്രവർത്തകർ വന്നിട്ട് ചികിത്സിക്കേണ്ടി വരും. നമ്മൾ ചികിത്സിക്കുന്നില്ല. അതായത് നമ്മൾ ലോകാരോഗ്യ സംഘടന പറയുന്ന എല്ലാ മാർഗരേഖ പ്രകാരം മാത്രമേ ഇവിടെ ഇനി ചികിത്സ നടക്കുള്ളൂ എന്ന് KGMO KGMCT തീരുമാനിച്ചാൽ ഒരു ചികിത്സയും കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല. ആ മാർഗരേഖ ഇവിടെ ഒരിക്കലും പാലിക്കപ്പെടുന്നില്ല. ഒരു രോഗിക്ക് 6 രോഗികൾക്ക് ഒരു നേഴ്സുമാണെന്നതിന് പകരം 60 രോഗികൾക്ക് ഒരു ഡോക്ടറാണേ ഉള്ളൂ, ഒരു നേഴ്സേ ഉള്ളൂ. അതുപോലെ തന്നെ 1000-ലധികം വേക്കൻസീസാണ് മെഡിക്കൽ കോളേജിലുള്ളത്. അതുപോലെ നേഴ്സുമാരുടെ വേക്കൻസീസും 1000-2000 വേക്കൻസീസ് ഉണ്ട്. അപ്പോൾ അത്രയും വേക്കൻസിയിൽ ഉള്ളപ്പോൾ ചോര നീരാക്കി പണിയെടുക്കുന്ന ഡോക്ടർമാർക്കെതിരെ നോൺ കോംപ്ലിക്കേഷൻസ്, ഞാൻ മറ്റേ ആർട്ടറി ഫോസെപ്സ് മറന്നു വെച്ചതിനെ കുറിച്ചല്ല, അതൊരു എററാണ്, തെറ്റാണ്. മറ്റതെല്ലാം നോൺ കോംപ്ലിക്കേഷനാണ് നിങ്ങൾ പറയുന്ന പലതും. നോൺ കോംപ്ലിക്കേഷൻ നമ്മൾ പുസ്തകത്തിൽ പഠിക്കുന്ന സാധനമാണ്. ഒരു 100 കേസിൽ ഒന്നിനിങ്ങനെ കോംപ്ലിക്കേഷൻ വരും. അത് ഉണ്ടാവാതിരിക്കാൻ മാക്സിമം കരുതൽ വരുത്തിയാലും 100-ലൊന്ന് അല്ലെങ്കിൽ 1000-ലൊന്ന് കോംപ്ലിക്കേഷൻ വരും. ആ കോംപ്ലിക്കേഷൻ എങ്ങനെ പിഴവാവുക? കോംപ്ലിക്കേഷൻ പിഴവാണെങ്കിൽ നമ്മൾ ഒരു ചികിത്സയും ചെയ്യേണ്ട, ഓപ്പറേഷൻ വേണ്ട, നമുക്ക് റോഡിൽ ഇറങ്ങിയാൽ വണ്ടി തട്ടി മരിക്കാം. അതുകൊണ്ട് നമ്മൾ റോഡിൽ ഇറങ്ങേണ്ട തീരുമാനിക്കാൻ പറ്റും. അങ്ങനെ ഡോക്ടർമാർക്ക് വേണ്ടി നടത്തിയ അന്വേഷണത്തിൽ ബിന്ദു സുന്ദറിന് പിഴവ് സംഭവിച്ചത് അന്വേഷണ റിപ്പോർട്ടിലുള്ള കാര്യമാണ്. നമ്മൾ റോഡിലേക്ക് ഇറങ്ങണ്ട, അന്വേഷണ റിപ്പോർട്ടിലുള്ള കാര്യമാണ്. അവർ കൈക്കൂലിക്കാരിയാണെന്ന് ഒന്നല്ല, രണ്ടു തവണ പറയലാണ്, പരാതിക്കാർ പറയലാണ്. അങ്ങനെ പണം വാങ്ങിയിട്ടും ഈ പറയുന്ന രീതിയിൽ മര്യാദയോട് കാണിക്കുന്നു എന്ന ആരോപണമുള്ള ഡോക്ടർക്ക് വേണ്ടിയാണ് ഇവർ തെരുവിലിറങ്ങുന്നത്. ഒരു ന്യായം വേണ്ടേ? നിങ്ങൾക്ക് ശമ്പളം കിട്ടണം, അല്ലെങ്കിൽ ഡോക്ടർമാർ ശമ്പളം കിട്ടണം, നോ ഡൗട്ട്. നിങ്ങൾ ഈ പറയുന്ന ഡോക്ടർമാരുടെ കുറവ്, ജീവനക്കാരുടെ കുറവ്, സിസ്റ്റം പരാജയം, വീണാജോതി മറുപടി തർക്കമില്ല. ആലോചിച്ച് നോക്കൂ. അല്ലെങ്കിൽ തന്നെ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ അവിടെ സമരത്തിലാണ്. ഇപ്പോൾ നെടുമങ്ങാട് OP ബഹിഷ്കരണമാണ്. 24-ാം തീയതി എന്താണ് ജില്ലാതലത്തിൽ OP ബഹിഷ്കരിക്കും, എന്നിട്ട് സംസ്ഥാനം മൊത്തം OP ബഹിഷ്കരിക്കുന്ന പറയുന്നത്. ആ തിരുവനന്തപുരത്തെ പാവൻ രൂപ എങ്ങോട്ട് പോകും? സിസ്റ്റം ഫെയിലിയർ കൊണ്ട് ഒരു ഗർഭസ്ഥ ശിശു മരിച്ചപ്പോൾ അവിടുത്തെ ഡോക്ടറെ കൈകാര്യം ചെയ്യാണ് ചെയ്തത്. അപ്പൊ പിന്നെ സമരം ചെയ്യാതിരിക്കോ? അത് ജനങ്ങളെ ബന്ധിയാക്കാണ്, അത് ഈ പാവങ്ങളെ ബന്ധിയാക്കാണ്. ഈ പാവങ്ങൾ എങ്ങോട്ട് പോകും? അല്ലെങ്കിൽ തന്നെ നാനാവിധമായി കിടക്കുന്ന സിസ്റ്റത്തിൽ നട്ടം തിരിയുന്ന മനുഷ്യൻ ഡോക്ടർമാരുടെ OP കൂട്ടിയിട്ട് എങ്ങോട്ട് പോകും സാറേ? പ്രസവ മുറിയിൽ നിന്ന് ഇവിടെ സ്വകാര്യ ആശുപത്രിയോട് പോകാൻ പണമുള്ള എത്ര പേരുണ്ട് ഇവിടെ? കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ സിസ്റ്റം ശരിയാക്കണം. അതിനുവേണ്ടിയാണ് സമരം ചെയ്യുന്നത്. നഴ്സുമാരുടെ കുറവ് എന്നാൽ തർക്കമില്ല. അതാണ് ഈ ആരോഗ്യ സിസ്റ്റം പരാജയം എന്ന് പറയുന്നത്. അതിലൊന്നും ഒരു തർക്കവുമില്ല ആ സമരത്തിൽ ഡോക്ടർമാർക്കൊപ്പം. പക്ഷേ കുറ്റാരോപിതയായ ഒരു ഡോക്ടർക്ക് വേണ്ടി ഈ പറയുന്ന ആറ്റുകാൽ പൊങ്കാല ബഹിഷ്കരിക്കും, OP ബഹിഷ്കരിക്കും എന്ന് പറയുന്നത് സർക്കാരിന്റെ നെറ്റിക്ക് മേൽ തോക്ക് ചൂണ്ടുന്ന പണിയാണ്. അതിനെ നേരിടാൻ ആരോഗ്യമന്ത്രിക്ക് കഴിവില്ലാതെ പോകുന്നത് ആരോഗ്യ കേരളത്തിന്റെ ഗതികേട്.